നമ്മുടെ മുൻ മന്ത്രിയും മുതിർന്ന നേതാവുമായ മണി ആശാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ അതായത് വി.ഡി. സതീശനെതിരെ ഒരു അത്യുഗ്രൻ ഗവേഷണ പ്രബന്ധം പൊതുവേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായി. ആശാന്റെ കണ്ടെത്തൽ കേട്ടാൽ ഏത് ലോകോത്തര ശാസ്ത്രജ്ഞന്മാരും തലയിൽ കൈവച്ചു പോകും. ആശാൻ പറയുകയാണ്, വി.ഡി. സതീശൻ കാണാൻ നല്ല വെളുത്തു തൊടുത്ത ആളാണ്, നല്ല സുന്ദരനാണ്, മധുര മനോഹരമായിട്ടൊക്കെ ചിരിക്കും, പക്ഷെ ഉള്ളിൽ ഒന്നാന്തരം ചെകുത്താനാണ്, ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്ന നയവഞ്ചകനാണെന്ന്. എങ്ങനെയുണ്ട് ആശാന്റെ ഒരു ശരീരശാസ്ത്രവും സൗന്ദര്യബോധവും? ഇതിനെ ന്യായീകരിക്കാൻ അണികളും അന്തം ചർച്ചക്കാരും സോഷ്യൽ മീഡിയയിൽ ഇറക്കുന്ന ഒരു വിഖ്യാതമായ സ്ഥിരം ക്യാപ്സ്യൂളുണ്ട്. അത് ആശാന്റെ ഒരു നാടൻ ശൈലിയാണ്. മണ്ണു മണക്കുന്ന ശുദ്ധമായ പ്രയോഗമാണ്. അതിനെ അങ്ങനെയൊക്കെ കാണാവൂ എന്ന്. എനിക്ക് ചോദിക്കാനുള്ളത്, പൊതുവേദികളിൽ വായ തുറന്നാൽ തരം താഴ്ന്ന അധിക്ഷേപവും അങ്ങേയറ്റത്തെ വ്യക്തിഹത്യയും നടത്തുന്നത് എപ്പോഴാണ് സുഹൃത്തുക്കളെ നാടൻ ശൈലിയാകുന്നത്? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ കർഷകരും തൊഴിലാളികളും ഒക്കെ സംസാരിക്കുന്നത് ഇതേ നിലവാരത്തിലാണെന്നാണോ നിങ്ങൾ ഈ പറഞ്ഞു വെക്കുന്നത്? അവരെ കൂടി നാണം കെടുത്തുകയല്ലേ നിങ്ങൾ ഈ ന്യായീകരണത്തിലൂടെ ചെയ്യുന്നത്? ഇവിടെയാണ് നമ്മൾ ഗൗരവമായി ആലോചിക്കേണ്ട മറ്റൊരു പ്രധാന വശമുള്ളത്. വെളുത്ത നിറമുള്ളവരെ ബോഡി ഷേമിംഗ് ചെയ്താൽ അത് കുറ്റമാകില്ല എന്ന് ഏത് രാഷ്ട്രീയ പുസ്തകത്തിലാണ് അല്ലെങ്കിൽ ഏത് ഭരണഘടനയിലാണ് എഴുതി വച്ചിരിക്കുന്നത്? കറുത്ത നിറമുള്ള ഒരാളെ നീ കറുത്തവനാണെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നത് മാത്രമല്ല ഇവിടെ ബോഡി ഷേമിംഗ്. ഒരാളുടെ ബാഹ്യമായ നിറത്തെയും ചിരിയെയും രൂപത്തെയും പൂർണ്ണമായും വ്യക്തിപരമായി ആക്രമിച്ച് മുഖം വെളുത്തിരിക്കുന്നവൻ്റെയൊക്കെ മനസ്സ് കറുപ്പാണ്, അവർ ഉള്ളിൽ ചെകുത്താന്മാരാണെന്ന് പ്രഖ്യാപിക്കുന്നതിലും വലിയ വംശീയതയും അധിക്ഷേപവും വേറെ ഉണ്ടോ? പക്ഷേ ഇതിനെതിരെ ഇവിടെ വലിയ ചർച്ചകളോ ചാനൽ ചർച്ചകളോ ഒന്നും നടക്കില്ല. കാരണം മറ്റൊന്നുമല്ല, പറഞ്ഞത് ഇവിടുത്തെ വലിയൊരു ആശാനാണ്. അദ്ദേഹത്തിന് എന്തും പറയാൻ പ്രത്യേക ലൈസൻസ് ഉള്ള നാടാണല്ലോ ഇത് നമ്മൾ പലതവണ കണ്ടതാണ്. മണിയാശാൻ വി.ഡി. സതീശനെ ഏറ്റവും വലിയ നയവഞ്ചകൻ എന്ന് വിളിച്ചപ്പോൾ ഞാൻ മലയാളം നിഘണ്ടു എടുത്ത് അതിൻ്റെ യഥാർത്ഥ അർത്ഥം ഒന്ന് നോക്കി. ഈ നയവഞ്ചകൻ എന്ന വാക്കിൻ്റെ കൃത്യമായ അർത്ഥം അങ്ങേക്കറിയോ? അറിയില്ലെങ്കിലും അറിഞ്ഞില്ലെന്ന് നടിച്ചാലും ഒരു കാര്യം ഉറപ്പിച്ചു പറയാം. കഴിഞ്ഞ 10 വർഷത്തെ കേരളത്തിൻ്റെ ഭരണം കൊണ്ട് ഈ നാട്ടിലെ വോട്ടർമാരും പൊതുജനങ്ങളും കൃത്യമായി പഠിച്ചു കഴിഞ്ഞു ആരാണ് യഥാർത്ഥ നയവഞ്ചകനെന്ന്. മനുഷ്യരെ പച്ചയ്ക്ക് വഞ്ചിച്ച, ജനങ്ങളുടെ കണ്ണിൽ തുടർച്ചയായി പൊടിയിട്ട യഥാർത്ഥ നയവഞ്ചകൻ ആരാണെന്ന് ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വരെ കൃത്യമായ ബോധമുണ്ട്. നിങ്ങളത് അടികളെ കൊണ്ട് എത്ര ന്യായീകരിച്ചാലും ജനങ്ങളുടെ മനസ്സിൽ നിന്നും അത് മാഞ്ഞു പോകില്ല. നിങ്ങൾ വി.ഡി. സതീശനെ ചെകുത്താനെന്ന് വിളിക്കുമ്പോൾ ഞങ്ങൾക്ക് തിരിച്ചും ചില കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. കണ്ടാലും സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ചെകുത്താനെ പോലെ പെരുമാറുന്നവരെ കുറിച്ച് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് ചില ചോദ്യങ്ങൾ ചോദിച്ചാൽ നിങ്ങൾക്കത് താങ്ങാൻ പറ്റുമോ? ജനങ്ങളുടെ മുന്നിൽ ചെന്നാൽ ഒന്ന് മര്യാദയ്ക്ക് ചിരിക്കാൻ പോലും അറിയാത്ത മാധ്യമപ്രവർത്തകർ ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചാൽ മാറി നിൽക്കുക അങ്ങോട്ടെന്ന് പറഞ്ഞ് മനുഷ്യരെ ആട്ടിപ്പായിക്കുന്ന കടുത്ത ദാഷ്ട്യത്തിൻ്റെ ആൾരൂപമായി മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന, ജനങ്ങളോടൊന്ന് നേരെ ചൊവ്വേ വർത്തമാനം പറയാൻ പോലും അറിയാത്ത, മുഖത്തൊരു പുഞ്ചിരി പോലും വരാത്ത ആ കഴിഞ്ഞ 10 വർഷത്തെ ഭരണാധികാരിയെക്കുറിച്ച് ഞങ്ങൾ തിരിച്ചങ്ങോട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? പൊതു ഇടങ്ങളിലും ഔദ്യോഗിക വേദികളിലും ജനങ്ങളോട് കാണിച്ച ആ അഹങ്കാരത്തിന്, ആ ചെകുത്താൻ സ്വഭാവത്തിന് എത്രയെത്ര ഉദാഹരണങ്ങളാണ് ഈ കേരളത്തിന് മുന്നിൽ ഓരോ ദിവസവും നിരത്താനുള്ളത്. ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കുന്നത് വലിയ തെറ്റാണെന്ന് പറയുന്നവർ ഒരു കാര്യം ഗൗരവമായി ആലോചിക്കണം. മുഖത്തൊട്ടും ചിരിയില്ലാതെ കരിങ്കല്ല് മുഖത്തോടെ നോക്കി ഞാനിതാ നിങ്ങളുടെ കഴുത്തിറക്കാൻ പോവുകയാണെന്നും പ്രഖ്യാപിച്ച് ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുന്നവരെ കുറിച്ച് എന്താ പറയാനുള്ളത്? നികുതി വർധനയിലൂടെയും ജനദ്രോഹ നയങ്ങളിലൂടെയും ജനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നതാണോ അതോ ഒരാൾ പുഞ്ചിരിയോടെ സംസാരിക്കുന്നതാണോ വലിയ തെറ്റ്? ഇനി വി.ഡി. സതീശന്റെ കാര്യം തന്നെ എടുക്കാം. അദ്ദേഹം ജനങ്ങളോട് കാണിക്കുന്നത് വെറും അഭിനയമാണെന്ന് തന്നെ നമുക്കങ്ങ് സമ്മതിച്ചു നൽകാം. എങ്കിൽ പോലും എത്ര നാൾ ഒരാൾക്ക് ഇങ്ങനെ അഭിനയിച്ച് ജനങ്ങളുടെ മുമ്പിൽ ചിരിച്ചു നിൽക്കാൻ പറ്റും? ചെറുപ്പക്കാരോടും മുതിർന്നവരോടും കുഞ്ഞുങ്ങളോടും അദ്ദേഹം പെരുമാറുന്ന രീതിയും അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന രീതിയും ഒരു ചെകുത്താൻ്റേതാണെന്ന് മണിയാശാന് തോന്നുന്നുണ്ടെങ്കിൽ അത് കാണുന്ന കണ്ണിൻ്റെ തകരാറല്ല, മറിച്ച് സ്വന്തം മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ചെകുത്താൻ്റെ വലിപ്പവും വൈരാഗ്യവും കൊണ്ടാണ് എന്ന് വ്യക്തമാണ്. ഇനി ചിലർ സോഷ്യൽ മീഡിയയിൽ വന്ന് ചോദിക്കുന്ന വലിയൊരു ചോദ്യവും പരാതിയും ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ ഇടതുപക്ഷത്തെ മാത്രം നമ്മളിങ്ങനെ സൂക്ഷ്മദർശിനി വെച്ച് നോക്കി ഓരോ ചെറിയ കാര്യങ്ങൾക്കും ഇത്ര വലിയ വലിയ പ്രാധാന്യം നൽകി വിമർശിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നതിന് നമുക്ക് വളരെ വ്യക്തമായ ഉത്തരവുണ്ട്. കാരണം ഇടതുപക്ഷ നേതാക്കളെ മാത്രം ടാർഗറ്റ് ചെയ്ത് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാനുള്ള കാരണം അവർ ചെയ്യുന്ന ചെയ്തികൾ തന്നെയാണ്. അവരിങ്ങനെ കോൺഗ്രസിലോ ബി.ജെ.പിയിലോ ഒക്കെയുള്ള ഏതെങ്കിലും പ്രധാന നേതാക്കൾ പൊതുവേദികളിൽ വന്ന് എതിരാളികളുടെ ശരീരപ്രകൃതിയെയും അവരുടെ നിറത്തെയും വ്യക്തിപരമായ കുടുംബകാര്യങ്ങളെയും ഇത്രയും ക്രൂരമായും തരം താഴ്ന്ന രീതിയിലും വലിച്ചു കീറി ഒട്ടിച്ച് വ്യക്തിഹത്യ നടത്തുന്നത് നമ്മൾ ആരും എവിടെയും കണ്ടിട്ടില്ല. ഒരാളുടെ പുറമേയുള്ള രൂപത്തെയും ചിരിയെയും കളിയാക്കാനും കുറ്റപ്പെടുത്താനും ഇവിടുത്തെ മൂത്ത് നരച്ച സഖാക്കന്മാർക്കല്ലാതെ മറ്റാർക്കാ സാധിക്കുക?
അവരല്ലേ ഇങ്ങനെയെല്ലാം ചെയ്യുന്നുള്ളൂ. അവർക്ക് അവരുടെ നേതാക്കളുടെ ഏറ്റവും വലിയ തെറ്റുകളും അപജയങ്ങളും പോലും മനോഹരമായി തോന്നാം. അതവരുടെ പാർട്ടി അന്ധതയും ഭക്തിയും വിധേയത്വവും കാരണമാണ്. പക്ഷെ പൊതുജനം ഇതെല്ലാം കാണുന്നുണ്ട്. നേതാക്കളുടെ ഈ നിലവാരമില്ലാത്ത സംസാര ശൈലിയാണ് എല്ലാവരെയും കൊണ്ടും ഇത്തരത്തിൽ എല്ലാം വിമർശിക്കാനായി പ്രേരിപ്പിക്കുന്നത്. അല്ലാതെ രാവിലെ കച്ചകെട്ടി നിങ്ങളെ തന്നെ വിമർശിക്കണമെന്ന് ഇവിടെ ആരും നിർബന്ധം പിടിക്കുന്നില്ല. മാത്രമല്ല, ഇവിടെ വലിയ നവോത്ഥാനവും വിപ്ലവവും സംസ്കാരവും പ്രസംഗിക്കുന്നവരുടെ ഗ്രൂപ്പാണ് നിങ്ങളുടേത്. എന്നിട്ട് നിങ്ങൾ തന്നെ ഇങ്ങനെ മറ്റുള്ളവരെ ഇത്രത്തോളം ക്രൂശിക്കുകയും പെരുമാറുകയും ഓരോരോ സംഭവങ്ങൾ വിളിച്ചു പോവുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യണം? തൊഴിലാളി വർഗ പാർട്ടിയാണെന്ന് പറഞ്ഞ് തൊഴിലാളികളെ തന്നെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇവിടെ ദ്രോഹിച്ചത് സാധാരണക്കാരായ ജനങ്ങളെയാണ്. കൂടാതെ തീർന്നില്ല, നിങ്ങൾ തൊഴിലാളി വർഗ പാർട്ടിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ സമരങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾ വേട്ടയാടുന്നതും തൊഴിലാളികൾ തന്നെയാണ്. തൊഴിലാളികളെ തൊഴിലെടുക്കാൻ നിങ്ങൾ സമ്മതിക്കുന്നില്ല. പകരം കയ്യിൽ ചെങ്കൊടി ഏന്തി റോഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷമാണ്. നിങ്ങൾക്കൊരു രക്തസാക്ഷിയെ അല്ലെങ്കിൽ തല്ലിച്ചാവാനായിട്ടുള്ളൊരു പ്രതിനിധിയെ കിട്ടിയെന്ന് നിങ്ങൾ സന്തോഷിക്കും. അതുപോലെ ക്യാമ്പസുകളിൽ ചെന്നാൽ ക്യാമ്പസുകളിൽ കുട്ടികളെ ഇത്രത്തോളം നിങ്ങൾ രാഷ്ട്രീയത്തിലേക്ക് വലിച്ചിട്ട് ഗുണ്ടകളായി വളർത്തിയെടുക്കുകയാണ്. ഭരിച്ചും ഇവിടെയുള്ള ക്യാമ്പസുകളും കലാലയങ്ങളും എല്ലാം നിങ്ങൾ നശിപ്പിച്ചു കഴിഞ്ഞു. നിങ്ങളുടെ കുട്ടികളാണെങ്കിലോ വളരെ സുരക്ഷിതരായി വിദേശത്ത് പഠിക്കുന്നു. വളരെ സുഖസൗകര്യങ്ങൾ അവർക്ക് ലഭിക്കുന്നു. നിങ്ങൾക്ക് ആശുപത്രിയുടെ ആവശ്യം വരുമ്പോൾ നിങ്ങൾ വിമാനം എടുത്ത് പറക്കുന്നു. ഞങ്ങൾ സാധാരണക്കാർ ഇവിടെ കത്രികയും വയറിൽ തുന്നിക്കെട്ടി നടക്കണം. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇടതുപക്ഷത്തെ അല്ലാതെ നമ്മൾ ആരെ ഇത്രത്തോളം വിമർശിക്കണം? നമ്മൾ വിമർശിച്ചിട്ടും നമുക്ക് മതിയാവുന്നില്ല. കാരണം നിങ്ങൾ അത്രത്തോളം ഇവിടെ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ക്രൂരകൃത്യങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളെ തന്നെ നമ്മളെപ്പോഴും വിമർശിക്കാനായി ആദ്യം തിരഞ്ഞെടുക്കുന്നത്. നമ്മൾ തിരഞ്ഞെടുക്കുന്നതല്ല, സത്യം പറഞ്ഞാൽ നിങ്ങൾ നമ്മുടെ മുന്നിലേക്ക് തന്നെ വരികയാണ് ഞങ്ങളെ ഒന്ന് വിമർശിക്കൂ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ കാര്യം നിങ്ങൾക്ക് ഏറെക്കുറെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും മണിയാശാൻ്റെ ഇത്തരത്തിലുള്ള ഈ അഭിപ്രായത്തെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ വിമർശനത്തെക്കുറിച്ചും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ രേഖപ്പെടുത്തൂ. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.